ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹപ്രദമായൊരു നോമ്പ് കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമായും നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ക്ഷമയുള്ളൊരു മനസ്സും തെറ്റുകളെ തിരുത്തുന്നൊരു മനസ്സുമാണ്. സ്വന്തം തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന ഒരു മനസ്സാണ് ആവശ്യം. ദൈവത്തോട് അനുദപിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ ദിവസങ്ങളാണ് നോമ്പ്. ദൈവസന്നിധിയിൽ ചേർന്ന് നിന്നാൽ നമ്മുടെ മനസ്സറിയുന്ന ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടാകും. അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി 22:23 മുതൽ 33 വരെ. മത്തായി 22:23 മുതൽ 33 വരെ. ഈ വാക്യത്തിൽ പുനരുദ്ധാനത്തെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. പുനരുദ്ധാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മരണത്തിൽ നിന്നും എഴുന്നേറ്റവരെയാണ്. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു. മുൻപ് ആരായിരുന്നു അതേ വ്യക്തിയായിട്ടായിരിക്കും അയാൾ തിരിച്ചു വരുന്നത്. പുനരുദ്ധാനപ്പെടുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. അവർ അവിടെ ക്രിസ്തുവിന്റെ കൂടെ രാജാക്കന്മാരായി ഭരിക്കും. ഈ പുനരുദ്ധാനത്തെ ബൈബിൾ ഒന്നാമത്തെ പുനരുദ്ധാനം എന്നും നേരത്തെ നടക്കുന്ന പുനരുദ്ധാനം എന്നും വിളിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അതിനുശേഷം മറ്റൊരു പുനരുദ്ധാനം നടക്കുമെന്നാണ്. രണ്ടാമത് നടക്കുന്നത് ആ പുനരുദ്ധാനം ഭൂമിയിൽ ജീവിക്കാനുള്ളവരുടെ പുനരുദ്ധാനമാണ്. മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അധികാരവും ശക്തിയും ദൈവം യേശുവിന് കൊടുക്കുന്നു. സ്മാരക കല്ലറകളിലുള്ളവർക്ക് എല്ലാവർക്കും യേശു ജീവൻ തിരിച്ചു കൊടുക്കും. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ വ്യക്തിത്വ സവിശേഷതകളും ഓർമ്മകളും എല്ലാം തിരിച്ചു കിട്ടും. സ്വർഗത്തിലേക്ക് പുനരുദ്ധാനപ്പെടുന്നവർക്ക് ആത്മീയ ശരീരമായിരിക്കും കിട്ടുന്നത്. ഭൂമിയിലേക്ക് പുനരുദ്ധാനപ്പെടുന്നവർക്ക് രോഗമോ വൈകല്യങ്ങളോ ഒന്നുമല്ലാത്ത നല്ല ആരോഗ്യമുള്ള മനുഷ്യ ശരീരം കിട്ടും. ബൈബിളിൽ പറയുന്നത് നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്നാണ്. ദൈവത്തോട് വിശ്വസ്തരായ ആളുകളാണ് നീതിമാന്മാർ. നോഹയെയും സാറയെയും അബ്രഹാമിനെയും ഒക്കെ പോലെ. എന്നാൽ നീതി കെട്ടവരിൽ ദൈവത്തിന്റെ നിലവാരങ്ങൾ അറിയുവാനോ അനുസരിക്കുവാനോ അവസരം കിട്ടാതെ മരിച്ചുപോയവർ ഉൾപ്പെടുന്നു. എന്നാൽ മാറ്റം വരുത്താൻ കൂട്ടാക്കാതെ അങ്ങേയറ്റം ദുഷ്ടരായ ആളുകൾ പുനരുദ്ധാനപ്പെടുകയില്ല. അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ അവർ എന്നേക്കുമായി ഇല്ലാതെയാകുന്നു. പുനരുദ്ധാനത്തിലൂടെ അവർക്കൊരിക്കലും ജീവൻ തിരിച്ചു കിട്ടുകയില്ല. സ്വർഗത്തിലേക്കുള്ള പുനരുദ്ധാനം നടക്കുന്നത് ക്രിസ്തുവിന്റെ സാന്നിധ്യ കാലത്താണ്. ബൈബിളിൽ മുൻകൂട്ടി പറയുന്നത് ഭൂമിയിലേക്കുള്ള പുനരുദ്ധാനം നടക്കുന്നത് യേശുക്രിസ്തുവിന്റെ 1000 വർഷത്തെ ഭരണത്തിന്റെ സമയകാലത്തായിരിക്കും. അന്ന് ഭൂമി മുഴുവനും ഒരു പരദീസിയായി തീരും. 9 പുനരുദ്ധാനങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ബൈബിളിലുണ്ട്. ആ പുനരുദ്ധാനങ്ങളെയെല്ലാം നേരിൽ കണ്ട ആളുകളുമുണ്ട്. ആ കൂട്ടത്തിൽ യേശു ലാസറിനെ പുനരുദ്ധാനപ്പെടുത്തിയ സംഭവം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മരിച്ചിട്ട് 4 ദിവസമായ ലാസറിനെയാണ് യേശു ഉയർപ്പിച്ചത്. മാത്രമല്ല ഒരുപാട് പേരുടെ മുൻപിൽ വെച്ചാണ് യേശു ആ അത്ഭുതം പ്രവർത്തിച്ചത്. അങ്ങനെ ഒരു അത്ഭുതം നടന്ന കാര്യം യേശുവിനെ എതിർക്കുന്നവർ പോലും നിഷേധിക്കാനായില്ല. മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ആഗ്രഹവും കഴിവും ദൈവത്തിനുണ്ടെന്ന് ബൈബിളിൽ പറയുന്നു. താൻ പുനരുദ്ധാനപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ദൈവം തന്റെ പരിധിയല്ലാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. തന്റെ അപാരമായ ശക്തിയെ ഉപയോഗിച്ച് ദൈവം അവരെ എല്ലാം പുനരുദ്ധാനപ്പെടുത്തും. ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവും ശക്തിയും ഉണ്ടെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുമുണ്ട്. മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ന്യായവിധിക്കാനുള്ള പുനരുദ്ധാനം കിട്ടുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ അവരെ ന്യായം വിധിക്കുന്നത് പുനരുദ്ധാനപ്പെട്ടു വന്നതിന് ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലാതെ മരിക്കുന്നതിന് മുൻപ് ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേട്ടനുസരിക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരും. പുനരുദ്ധാന ശേഷം ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയയ്ക്കായിരുന്നു. ക്രിസ്തുവും മറിയയും തമ്മിലുണ്ടായ അഭിമുഖ ദർശനത്തിലും കല്ലറ കണ്ടുമടങ്ങിയ മറ്റ് സ്ത്രീകളോടുമുള്ള ബന്ധത്തിലും 2 കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്നാമതായി മറിയ ക്രിസ്തുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ശബ്ദം ഉൾപ്പെടെ പല കാര്യങ്ങളിലും പുനരുദ്ധാന ശരീരം സ്വാഭാവിക ശരീരത്തിന് സാദൃശ്യമാണെന്ന് സിദ്ധിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ നമുക്ക് അന്യരോ അജ്ഞാതരോ ആയിരിക്കുകയില്ല. സ്വർഗത്തിൽ ഏത് ഭാഷ ഉപയോഗിച്ചാലും നാം ഭൂമിയിൽ വെച്ച് അവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞതുപോലെ തന്നെ സ്വർഗത്തിലും തിരിച്ചറിയും. രണ്ടാമതായി കല്ലറ കണ്ടുമടങ്ങിയ സ്ത്രീകൾ കർത്താവിനെ കാൽ പിടിച്ച് നമസ്കരിക്കുന്നതിൽ നിന്നും പുനരുദ്ധാന ശരീരം വാസ്തവമാണെന്നും അത് വെറുമൊരു തോന്നലല്ലെന്നും തെളിയുന്നു. സ്ത്രീകൾ പിടിച്ചത് ഒരു ഭ്രമരൂപത്തെ ആയിരുന്നില്ല. ക്രിസ്തുവിന്റെ ശരീരം സാക്ഷാൽ ഉള്ളതായിരുന്നു. പഴയ ശരീരം മാറുകയും ഒരു പുതിയ ശരീരം പുനരുദ്ധാനത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടെ ലഭിക്കുകയും ചെയ്യും. വിശ്വാസികളുടെ പുനരുദ്ധാനത്തിന്റെ ഉറപ്പാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം. നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ പുനരുദ്ധാനത്തിലാണ്. നാം ഓരോരുത്തരും ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് അവന്റെ ഇഷ്ടാനുസരണം
ദൈവത്തിൽ ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.